എന്നാണ്. എന്നാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? നേരെ പറമ്പിലിറങ്ങി മരുന്നെടുത്തങ്ങ് കഴിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം സാധാരണ ഗതിയിൽ തന്നെ വരും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാര്യം പണ്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇന്നിപ്പോൾ പല പല രീതി വെച്ചിട്ടൊക്കെ മരുന്നിനെയൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ടല്ലോ. അതിനകത്തുനിന്ന് വേണ്ട മോളിക്യൂളിനെയൊക്കെ വേർതിരിച്ച് നമ്മൾ ഐസറിൻ്റെയൊക്കെ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ പെട്രോളിയം ഡിസ്റ്റിലേഷൻ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ പറയുന്ന പോലെയുള്ള ഗ്ലാസ്സിലുള്ള വലിയ ടവറിനകത്തൊക്കെ വെച്ച് പല പല കെമിക്കൽസ് ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും ഈ ഇതിനെ തന്മാത്രകളെ വേർതിരിച്ചെടുക്കുകയാണോ ചെയ്തത്? എന്താണ് അവർ ചെയ്തതെന്ന് കെ പി ആലോചിച്ചിട്ടുണ്ട്? എന്താണ് കെ പിയുടെ അഭിപ്രായം അതിനകത്ത്? ഇന്ന് മോഡേൺ സയൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഐസൊലേഷൻ ഒന്നും പഴയ കാലത്ത് പോസിബിളേ ആയിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ചെടികളെയും നമ്മൾ ഔഷധ ചെടികൾ എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ ഔഷധ ചെടികളായിട്ട് നമ്മൾ കണക്കാക്കുന്ന സസ്യങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇത് ദിനം പ്രതി കൂടുന്നത് ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇതെന്തെങ്കിലും ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ്. ഇതെല്ലാം അനുഭവ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പല പേജുകളിലേക്കും ചെന്ന് കഴിഞ്ഞാൽ ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സസ്യങ്ങൾക്കെല്ലാം പുതിയ പുതിയ ടാഗ് കൊടുത്തുകൊണ്ട് അവയെല്ലാം മെഡിസിനൽ പ്ലാന്റ്സ് ആക്കി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി ഞാൻ കരുതുന്നത് എന്താണ് ഈ മെഡിസിനൽ പ്ലാന്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു നിർവചനം, ഡെഫിനിഷൻ കൊടുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം സസ്യങ്ങളുണ്ടോ? അപ്പോൾ മെഡിസിനൽ പ്ലാന്റ് എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ മെഡിസിനൽ പ്ലാന്റ് അല്ലാത്ത സസ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണല്ലോ. അത് എന്താണ് സിയാറിന് തോന്നിയിട്ടുള്ളത് ഈ മെഡിസിനൽ പ്ലാന്റ് എന്നുള്ള ഒരു അങ്ങനെ? ഇനി ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, നമ്മൾ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഹെർബൽ ഗാർഡൻ അല്ലെങ്കിൽ ഔഷധ ചെടികൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, പണ്ടെങ്ങാനും ഒക്കെ ആരെങ്കിലും മരുന്നെന്ന് പറഞ്ഞ് അരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരുന്ന കുറേ ഒരു കൂട്ടം ചെടികളെയാണ് നമ്മളിങ്ങനെ ഔഷധ ചെടികൾ എന്ന് പറയുന്നത്. പക്ഷേ ഔഷധ വിജ്ഞാനീയം എന്ന് പറയുക, അല്ലെങ്കിൽ ഔഷധത്തെക്കുറിച്ച് നമ്മുടെ അറിവ് മാറിയിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കുറേ കാലമായി. ഇപ്പോൾ പണ്ട് നിവർത്തിയില്ലായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേർതിരിക്കാനും നിവർത്തിയില്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാൻ വീട്ടിൽ തന്നെ പറ്റുന്ന കാര്യം, ഇപ്പോൾ പാല് വീട്ടിൽ പായസം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഒരു സാധനത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക, അത് ആവിയായിട്ട് കുറേയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവസാനം കുറുകി കിട്ടും. കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണ് അതെന്ന് പറയാം. ഇല്ലെങ്കിൽ വാറ്റുക, നമ്മുടെ നാടൻ വാറ്റ് മുതൽ എന്ത് സാധനം, അതായത് ബേസിക്കലി ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും വസ്തുക്കളെ വേർതിരിച്ചെടുക്കുക. ഇതല്ലാതെ വേറെ എന്ത് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ എന്തെങ്കിലും സാധനത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ അവിടെ? ആക്ച്വലി അതിന് ഒരു സ്കോപ്പും ഇല്ല എന്നുള്ളത്. സിയർ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരുപാട് മെത്തേഡ്സുകൾ, അതൊന്നും ആ മെത്തേഡുകളൊന്നും മോശമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അതിനെ നമ്മൾ ഒരിക്കലും പഴി പറയേണ്ട ആവശ്യമില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൂടെയൊക്കെ എടുക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് മോളിക്യൂൾസിന് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ മെത്തേഡെല്ലാം ഫുൾ പ്രൂഫാണ്. അതിനൊന്നും ഒരു കുഴപ്പമുള്ളതായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതാണല്ലോ ചോദ്യം. ഈ വിഷമാണോ സെലക്ട് ചെയ്തെടുക്കുന്നത്, അതോ ഉപയോഗമുള്ള തന്മാത്രകളാണോ, അതോ ഇത് രണ്ടും കൂടെ കലർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണോ നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി ടു ഡിസ്കസ്. പക്ഷേ എനിക്കറിയേണ്ടത് ഈ പ്ലാന്റിനകത്തുള്ള രോഗം മാറ്റുന്ന എന്തെങ്കിലും ചെറിയ തന്മാത്രകളാണോ, അതോ പ്ലാന്റിന് മൊത്തമായി ഉള്ള ഒരു പ്രത്യേക ഗുണം ആണോ എന്നുള്ളതാണ്. പ്ലാന്റിൻ്റെ സ്വഭാവമാണോ, പ്ലാന്റിനകത്തുള്ള ചില തന്മാത്രകളുടെ ഗുണമാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ ഒരു പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ളത് പ്ലാന്റിനെന്തോ വലിയൊരു മാഹാത്മ്യമുണ്ട് എന്നുള്ളതാണ് ഒരു സങ്കല്പം. പക്ഷേ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അങ്ങനെ അല്ല. ഇത് പ്ലാന്റിനകത്ത് ചില തന്മാത്രകളുണ്ട്. ആ തന്മാത്രകളുടെ ആത്യന്തികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ആ പ്ലാന്റിൻ്റെ സർവൈവലിനെ സഹായിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ ജീവിക്കുന്നോ മരിക്കുന്നോ എന്നുള്ളതെന്ന് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഉണ്ടെന്ന് പോലും പ്ലാന്റ് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ച്വലി നമുക്ക് പണി തരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണെന്നുള്ളതാണ്. എക്സാക്ട്ലി. അത് പല പ്ലാന്റുകളും, ഈവൻ കോഫി പോലും, ഇപ്പോൾ ഫ്രഷ് കോഫി വന്നതേ ഉള്ളൂ. ഈ പറയുന്ന സംഭവം പോലും പ്ലാന്റ് യഥാർത്ഥത്തിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ആർത്തി നോക്കണേ, ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ നമ്മൾ അതിന് വേണ്ടി മാത്രം അതിനെ വേർതിരിച്ചെടുക്കുന്നു, കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് ഉണ്ടാക്കുന്നു, കുടിക്കുന്നു. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ക്രീച്ചറാണ് ആക്ച്വലി. ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം ഇതിന്റെ ഇടയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ കെ പി ആ കോഫി കുടിക്കുന്ന ഒരു ബിവറേജ് ആയിട്ടാണ്. പക്ഷേ ഇത് മരുന്നാണെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം. അതായത് നമ്മൾ പല സാധനങ്ങളും നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫുഡും മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം അവിടെ എടുത്ത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം നിങ്ങൾ കോഫി കുടിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇതേ മെത്തേഡല്ലേ മറ്റേ കഷായം കാച്ചുന്നവരും ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാനുള്ള കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാൻ വിചാരിച്ചത്. അതെ, ഇത് നമ്മളൊരു രസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്ന ഒരു സാധനമാണ് ആണല്ലോ.
ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്ന കാര്യങ്ങളാണ് ഈ കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും. പക്ഷേ ഞാൻ ഒരു ദിവസം 25 ഗ്ലാസ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അത് ഒരു ദിവസം 25 ഗ്ലാസ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യന് സംഭവിക്കുക സാധ്യമായിട്ട്? അതായത് ഈ കോഫി എന്ന് പറയുന്ന സംഭവം, കോഫി ബീൻസ് അതിന് റോസ്റ്റ് ചെയ്തെടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ടാണല്ലോ ഈ കോഫി നല്ലൊരു ബിവറേജ്, നല്ല മണമുള്ള ഒരു ബിവറേജായിട്ട് മാറ്റിയെടുക്കുന്നു. അപ്പോൾ ആ പ്രോസസ്സിൽ തന്നെ ലക്ഷക്കണക്കിന് കോമ്പൗണ്ട്സ് ഇതിനകത്തുണ്ട്. ഈ കോമ്പൗണ്ട്സ് എല്ലാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാഫീനോടൊപ്പം. അപ്പോൾ അവരെല്ലാം വെറുതെ ഇരിക്കുകയല്ല. അവയൊന്നും ഇൻഡാക്റ്റ് ആയിട്ടുള്ള യാതൊരു പ്രയോജനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആക്റ്റീവ് അല്ലാത്ത മോളിക്യൂൾസ് ഒന്നുമല്ല. അതിന് ആക്റ്റീവ് ആവാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല, അത് ആക്റ്റീവ് ആവും. ഏതെല്ലാം കെമിക്കൽ റിയാക്ഷനുകളിൽ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ആ കെമിക്കൽ റിയാക്ഷനുകളിലെല്ലാം അത് പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരളവിലധികം നമ്മൾ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള തന്മാത്രകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അനാവശ്യമായിട്ട് കഴിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, ആവശ്യത്തിന് കഴിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ? കോഫി നമ്മൾ ആവശ്യത്തിന്, കോഫിയുടെ കാര്യം മാത്രമാണ് അല്ലല്ലോ നമ്മൾ ഈ മരുന്നിൻ്റെ കേസിലെടുക്കുക. മരുന്നിൻ്റെ കേസിനകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ മെഡഗാസ്കർ പെരിവിങ്കിൾ എന്ന് വിളിക്കുന്ന, കാശിത്തെറ്റി എന്നും ശവന്നാറി എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെടി. വളരെ ബ്യൂട്ടിഫുൾ ആണ്, പല കളറും. ശവന്നാറി എന്ന് പറയുന്നത് ഒരു വളരെ സ്റ്റിങ്കി ആയിട്ടുള്ള സ്മെല്ലുള്ള ഒരു പ്ലാന്റ്, ബട്ട് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതിന് ഒരുപാട് മജന്ത കളറുണ്ട്, വെള്ള കളറുണ്ട്, പല നിറത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ മെഡഗാസ്കർ പെരിവിങ്കിൾ അല്ലെങ്കിൽ ശവന്നാറി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു വിഷച്ചെടിയാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് വെരി ടോക്സിക് കോമ്പൗണ്ട്സ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ മെഡഗാസ്കർ പെരിവിങ്കിൾ. ഈ അടുത്ത കാലഘട്ടത്തിൽ അതിന് 2 കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്തിട്ട് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള 2 മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ പ്ലാന്റ് എടുത്ത് സമൂലം നമ്മൾ മരുന്നിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈവൻ നമ്മൾ ക്യാൻസറിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ്. ഇറ്റ്സ് എ സെൽ. അപ്പോൾ ആ സെല്ലിനെ കൊല്ലണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സൈറ്റോടോക്സിക്. സൈറ്റോടോക്സിക് ആവണം, എങ്കിലേ നമുക്ക് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്ന് എടുത്തിട്ടുള്ളത് പോലും വിഷമാണ്. അതാണ് ഏറ്റവും രസം. നമ്മൾ അളവനുസരിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് നമുക്കുള്ളത് അതിനകത്ത്. അതെ, അത് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും. അല്ല, അത് തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ കോശങ്ങളെ മാത്രമായിട്ട് കൊല്ലാനുള്ള ടെക്നോളജി നമുക്കുണ്ട്. അതെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറയുന്ന മരുന്നിന് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ ആ ക്യാൻസർ കോശങ്ങളെ പ്രത്യേകിച്ച് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ടാകണമെന്ന് പോലും ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്യാൻസർ കോശവും മനുഷ്യൻ്റെ കോശവും തമ്മിൽ അധികം ഭയങ്കര വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഈ മരുന്ന് കണ്ടുപിടിക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടും കൂടിയേ. ഈവൻ അപ്പോൾ ഒരു മരുന്നിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അത്ര ശ്രദ്ധയോടുകൂടിയും അത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. കാരണം ഈ ക്യാൻസർ കോശവും നോർമൽ കോശവും തമ്മിൽ അധികം വ്യത്യാസമില്ലാത്ത സാഹചര്യങ്ങളിൽ ക്യാൻസർ കോശത്തിനെ മാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മരുന്നുകളെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടുതൽ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ മുഖർജി എന്ന് പറയുന്ന ഒരു ഓൺകോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു വളരെ പ്രൊലിഫിക് ആയിട്ടുള്ള എഴുത്തുകാരനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുള്ള ദ എംപറർ ഓഫ് ഓൾ മെലാഡീസ് എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പോപ്പുലർ പുസ്തകമുണ്ട്. ഒരു പോപ്പുലർ സയൻസ് എന്നുള്ളതിനേക്കാൾ ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്ന പോപ്പുലർ ഹിസ്റ്റോറിക് ബുക്ക് എന്നാണ്. വാട്ട് എ ബുക്ക്, എന്തൊരു പുസ്തകമാണ് അത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ക്യാൻസർ മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഒരു ഇഫക്റ്റ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങളുടെ ഒരു ചെവിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നിരിക്കട്ടെ, ആ ചെവിയെ കുഴപ്പമില്ലാത്ത ചെവിയെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് ചെവിയെ അലിച്ചു കളയാനുള്ളൊരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് ക്യാൻസർ. അത്ര വ്യത്യാസമേ ഉള്ളൂ ഈ ക്യാൻസർ സെല്ലുകൾക്കും നോർമൽ സെല്ലുകൾക്കും. അപ്പോൾ ഈ വിൻക്രിസ്റ്റൈനും വിൻബ്ലാസ്റ്റിനും യഥാർത്ഥത്തിൽ എന്താണ്? വിഷമാണ്. ആ ചെടി വിഷച്ചെടിയാണ്, അതിനകത്തുനിന്ന് എടുക്കുന്നത് വിഷമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എത്ര അളവിൽ കൊടുക്കാം എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന മരുന്ന് പോലും ഒരളവ് മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മരണത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ചെടിയെ സമൂലം എടുത്ത് പിഴിയുമ്പോൾ അതിനകത്ത് ഒരു പക്ഷേ രോഗത്തിനെ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള കഴിവുള്ള തന്മാത്രകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏത് ചെടി എടുത്താലും ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഔഷധ ചെടികൾ മാത്രമല്ല, എന്ത് ചെടി എടുത്താലും കളച്ചെടി എടുത്തു കഴിഞ്ഞാലും അതിനകത്തുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അത് മുഴുവനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പണിയും വാങ്ങിക്കും. കാരണം അതിനകത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ആ ചെടിക്കകത്ത് ആവശ്യമായിട്ടിരിക്കുന്ന വസ്തു ഉണ്ടല്ലോ, ആവശ്യമെന്ന് നമുക്ക് തോന്നുന്ന വസ്തു, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വസ്തു എന്ന് പറയുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അതായത് ആ ചെടിക്ക് യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കണമെന്നുള്ളൊരു ലോജിക്കും ഇല്ല. അത് ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു തന്മാത്ര പോലും അല്ല എന്നുള്ളതാണ്. ആ ചെടിയുടെ അതിജീവനത്തിന് വേണ്ടി മാത്രം ഉണ്ടായത്. നമ്മളെല്ലാവരും ആത്യന്തികമായി കെമിക്കലുകളാൽ നിർമ്മിതമായതുകൊണ്ട്
ഒരു കെമിക്കൽ മറ്റൊരു കെമിക്കലുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അങ്ങനെ ഇൻ്ററാക്ട് ചെയ്യാത്ത എത്രയോ കെമിക്കലുകൾ ബാക്കിയായി. അങ്ങനെ ഞാനതിനെ കാണുന്നു. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ്. രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടല്ലേ അതിനുള്ള അപ്പം രോഗനിർണയം മാത്രമല്ല, രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം കൂടെ അറിയണം. ഇത് എന്തുകൊണ്ടുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുറച്ചുകൂടെ കൃഷിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊരപ്പൻ കാരണം മരിച്ചീനി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പറ്റിയ വിഷമാണ് നമ്മൾ വയ്ക്കാറ്. പന്നി തിരക്കുമ്പോൾ പലരും വേറെ പല മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത്. ഒന്നീ പന്നി വരാതിരിക്കാൻ, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് വരാതിരിക്കാനായിട്ടുള്ള കാര്യം ചെയ്യും. ഇതിനാണെങ്കിൽ വിഷം വയ്ക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ റെമഡി ആണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്ത് തരം രോഗമാണ്, അത് എന്താണ് കാരണം എന്നുള്ളതാണ്. അത് അറിയാൻ പാടില്ലാത്ത കാലത്ത് അന്ന് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു റിസ്ക് എന്തുകൊണ്ടാണ് നമുക്ക് ആളുകൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അതിനകത്ത് വന്നിട്ട് തർക്കിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു ഈ മെഡിക്കൽ ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഐ ലൈക്ക് സ്റ്റോറീസ്. എനിക്ക് കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ധാരാളം അവിശ്വസനീയമായിട്ടുള്ള കഥയുള്ള ഒരു ചരിത്രമാണ് മെഡിക്കൽ ഹിസ്റ്ററിക്കുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു രോഗം വരുന്നു, ഇൻട്രൊഡ്യൂസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ വരുന്ന സമയത്ത് രോഗം എന്താണെന്ന്, അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള മറ്റ് പല അറിവുകളും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ചിലപ്പോൾ പെട്ടെന്ന് വല്ലതും അതിൻ്റെ കാരണം ഒരു സാധാരണക്കാരനെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കും. പല അവസരങ്ങളിൽ അങ്ങനല്ല. പലപ്പോഴും വളരെ ഗഹനമായിട്ടുള്ള പരീക്ഷണങ്ങളും ധാരാളം ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ കാരണം നമുക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ആ രോഗത്തിനെ നമുക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലേറിയക്കെതിരായിട്ടുള്ള സിങ്കോണ ആദ്യമായിട്ട് സൗത്ത് അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് കൊതുക് കടിയിലൂടെ വരുന്ന പ്ലാസ്മോഡിയം എന്ന പേരുള്ള ഒരു ജീനസിലെ ഒരു ജീവിയാണ് എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർക്കറിയാമായിരുന്നു ഈ മരത്തിൻ്റെ ബാർക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ പതിയെ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ രോഗത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതിനെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ടാർഗറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തടുക്കാം എന്നുള്ളതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഒരു രോഗത്തിൻ്റെ കാരണം അറിയുക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൊരു വഴിയാവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാകും. പക്ഷേ രോഗത്തിൻ്റെ കാരണം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗത്തിൻ്റെ കാരണം അറിഞ്ഞ് അതിനെ ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും രോഗത്തിനെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. രോഗത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്ന കാര്യം. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ പോലും കാരണം അറിയാത്ത പല കാര്യങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നുമുണ്ട്. അതിനർത്ഥം കാരണം അറിയാതെ ചികിത്സിക്കുന്നത് അടിപൊളിയാണ് എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ പറ്റുന്നുള്ളൂ. നമ്മളെ കൊണ്ട് വേറെ പലതും പറ്റും, എന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്യൂ എന്ന് വാശി പിടിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് എപ്പോഴും പറയണം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ പലരും വിചാരിക്കുന്നത് ഹോം റെമഡീസ് വളരെ നല്ലതാണ്, അല്ലാതെ നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കാര്യം അത് കെമിക്കലുകളാണ്, മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഹോം റെമഡി തന്നെ ഉണ്ടല്ലോ എന്നാണ് പലപ്പോഴും പറയുന്നത്. ഇപ്പോൾ തേനീച്ച കുത്തി അവിടെ തേൻ പുരട്ടുക, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക, അങ്ങനെ പലരും ഓരോരുത്തരും ഓരോരോ അവരവരുടെ സൗകര്യത്തിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഇലക്ട്രിക്കൽ പ്രശ്നം വന്നു, ഇപ്പോൾ വീട്ടിലുള്ള ആൾക്ക് അറിയാമെങ്കിൽ ഓക്കെ അത് ശരിയാക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊഫഷണലിനെ വിളിക്കുക എന്ന് പറയുന്നതാണ് ഏതൊരാളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാർപ്പൻട്രി വർക്ക് ഉണ്ട്, സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, 2 ആണി അടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. അതൊരു ഹോം റെമഡിയാണ്. ഇപ്പോൾ ഇളകി പോയി തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ഫിക്സ് എന്നുള്ള രീതി 2 ആണി അടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൾബ് പോയി നമുക്ക് മാറ്റിയിടാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു പക്ക ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിനെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും വ്യത്യാസം. പക്ഷേ ഈ ആരോഗ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഈ ഹോം റെമഡീസിനെ കൂടുതൽ റിലേ ചെയ്യുന്നതിൻ്റെ കാര്യം എന്തായിട്ടാണ് കെപിക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഒരു വണ്ടി പോലും സർവീസ് സെന്റർ വിട്ടിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മെർസിഡീസ് വാങ്ങിച്ചെന്നിരിക്കട്ടെ, ഈ മെർസിഡീസ് ബെൻസ് നിങ്ങൾ ബാക്കിയുള്ളിടത്തേക്കാളും ചിലവ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ സർവീസ് സെന്ററിലായിരിക്കും കൊണ്ടുപോയി പണി ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് വാറണ്ടി തീരുന്നത് വരെയെങ്കിലും. അപ്പൊ അതിന്റെ കാര്യത്തിൽ പോലും ആ ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യ ശരീരം പോലെയുള്ള ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രൊഫഷണലിന്റെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഹോം റെമഡിയിൽ ഒതുക്കാം, അല്ലെങ്കിൽ 2 കള പറിച്ച് തിന്നാം, ഇത് എന്ത് സെറ്റപ്പ് ആണെന്നുള്ളതാണ്. അതെ, സിആർ ചോദിച്ചൊരു ചോദ്യം ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ സെയിം ടൈം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ്. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, ഇങ്ങനെ ആൾക്കാർ ഹോം റെമഡി കണ്ടുപിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം അവരറിഞ്ഞുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അവരുടെ എവിടെയെങ്കിലും മനസ്സിനകത്ത് അതൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ എങ്ങനെയോ മാറിയിട്ടുണ്ട്. എന്തിൻ്റെ ആശ്വാസത്തിനാണ് അവർ ഹോം റെമഡി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആശുപത്രികൾ പേടിയുള്ള ജനങ്ങളുണ്ട്.
ആ ആശുപത്രിയുടെ അറ്റ്മോസ്ഫിയറുകൾ പേടിയുള്ള ജനങ്ങളുണ്ട്. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ആശുപത്രിയുടെ ആ സ്മെല്ല്. ആദ്യമേ ചെല്ലുമ്പോൾ എനിക്കിഷ്ടമല്ല, എല്ലാം ഒരു ലോഷന്റെ ഒരു മണമാണ് മൊത്തത്തിൽ. ലോഷൻ്റെ ഒരു മണമാണ്. കുറേ വെള്ളം ഉടുപ്പിട്ട ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. എല്ലാവരും ആരും ഹോസ്പിറ്റലിൽ വരുന്നത് സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടല്ല. എല്ലാവരുടെയും മുഖത്ത് ഒരു ആശുപത്രിയില് സന്തോഷം പങ്കെടുക്കാൻ വരുന്നവര് മറ്റേ ഈ ഗർഭിണികളും പ്രസവിക്കുന്നവരും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും രോഗികളാണ്. ബാക്കിയുള്ളവരെല്ലാവരും രോഗികളാണ്. എല്ലാവരും ഒരു ഒരു ദുഃഖഭാവത്തോടു കൂടി വന്നിരിക്കുന്ന ഇടങ്ങളാണത്. ഒരു പക്ഷേ ഡോക്ടർ അവരോട് പറയുന്ന കാര്യങ്ങൾ ഉടനടി ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവണമെന്നില്ല. അതായത് ഡോക്ടറിൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വരുന്നത്. അതിനുശേഷം പിന്നെ ധാരാളം മറ്റ് കാര്യങ്ങൾ ഉണ്ട്. മരുന്ന് കഴിക്കണം, പിന്നെ വലിയ വലിയ രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആശുപത്രിയുമായി ഇഴകിച്ചേർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഹോം റെമഡി ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ പോകണം എന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു റാഷണലൈസിങ്, ഒരു ആഫ്രിക്കൻ സാവന്നയിൽ പരിണമിച്ച ഒരു മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് തോന്നുന്ന ഒരു ചിന്ത മാത്രമായിട്ടാണ് ഞാനതിനെ ബേസിക്കലി കണക്കാക്കുന്നത്. അതാണ് റീസൺ എന്ന് പറയുന്നത്. അല്ല, പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹോം റെമഡി ഇല്ലല്ലോ. അതാണ്, ഹോം റെമഡി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഹോം റെമഡി ഉപയോഗിച്ചിടാന്നുള്ളതാണ്. ഹോം റെമഡി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഒരു പനിക്ക് പോലും നമ്മുടെ കയ്യിൽ ഹോം റെമഡി ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് പനിക്കുള്ള ഹോം റെമഡി ആരുടെയെങ്കിലും കയ്യിലുണ്ട്? ഡിക്രീസ് ദ ടെമ്പറേച്ചർ. അത് ഹോം റെമഡി. പനിക്കൂർക്ക പോലും യഥാർത്ഥത്തിൽ ഞാൻ ഹോം റെമഡി ആയിട്ട് കൺസിഡർ ചെയ്തില്ല. അത് നമ്മുടെ ഹോമിലുള്ള സാധനം അല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടത് വാങ്ങി വെക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ കേട്ടാ, കേട്ടിട്ടേ ഉള്ളൂ പനിക്കൂർക്ക എന്ന് പറഞ്ഞ ഈ സാധനത്തിനെ പറ്റി. അല്ല, പനി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാലല്ലേ പിന്നെ അതിനകത്ത് ബാക്കി പനിക്കൂർക്ക വർക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പോലും തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പനി ഒരു സിംറ്റം മാത്രമല്ല. അതെ, ഓഫ് കോഴ്സ് പനി ഒരു സിംറ്റം മാത്രം അല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പലപ്പോഴും ഹോം റെമഡി എന്ന് പറയുന്നൊരു സംഗതി ഇല്ല, അതൊരു ഫോൾസ് കോൺസെപ്റ്റാണ്, അതൊരു മിത്താണ് എന്നുള്ള ആ കാര്യം പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായ രോഗം മുതൽ വളരെ സങ്കീർണമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ പോലും തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു ശീലം മനുഷ്യനുണ്ട്. എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ക്യാൻസർ മാറ്റുന്ന ചായക്കട എന്നുള്ളത്. ഒരു ചായക്കട സങ്കല്പിക്കുക. ആ ചായക്കടയിൽ കുറേ ആൾക്കാർ ഇരുന്ന് ചായ കുടിക്കുന്നു. സാധാരണ നാട്ടിൻപുറത്തെ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഈ അടുത്ത കാലത്ത് എങ്ങനെയോ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അവർക്കതിന് സൊല്യൂഷനും ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ, ഉണ്ടാവണമെന്നല്ല, ഉണ്ടായേ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ചായക്കടയിൽ നിന്നാവരുത്. ചായക്കടയിൽ നിന്ന് ഐഡിയകളുണ്ടാവാം, പക്ഷേ അത് അവസാനിക്കേണ്ടത് തെളിവുകളിലാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്യാൻസറിന് ഈ പൊതുവെ, അതായത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ലാതെ ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ക്യാൻസർ എന്ന് കാര്യം. ക്യാൻസറിന് മരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇത് എന്ത് അസംബന്ധമാണ്. കാര്യം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം അസുഖങ്ങൾക്ക് കോമൺ ആയിട്ട് അതിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ അതിനെ ക്യാൻസർ ആണ് എന്ന് പറയുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം അബ്നോർമൽ പ്രോളിഫറേഷൻ ഓഫ് സെൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ക്യാൻസറിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഈ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ഒരു ഒറ്റ ഓഫീസാണെന്ന് പറയുന്ന പോലെയാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അവിടെ AI ചെയ്യുന്ന കമ്പനി ഉണ്ടാവും, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനി ഉണ്ടാവും, ഗ്രാഫിക്സ് ചെയ്യുന്ന കമ്പനി ഉണ്ടാവും, കാർട്ടൂൺ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, അല്ലേ? 100 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സംഭവമാണ്. അതെ, പൊതുവെ അതൊരു നാട്ടുമരുന്നില് അല്ലെങ്കിൽ ഈ പറമ്പിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ക്യാൻസറിനുള്ള മരുന്ന്. പലപ്പോഴും ആ കാര്യം അഡ്രസ്സ് ചെയ്തിട്ട് പോലും ഉണ്ട്. അതായത് ക്യാൻസർ മാറ്റുന്ന മരുന്ന് എന്ന് പറയുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 100-ൽ പരം രോഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ പറഞ്ഞ ഒരാൾ എന്നെ കളിയാക്കി കമൻറ്റ് വിട്ടിട്ടുണ്ട്, 100-ൽ പരം ക്യാൻസറോ? 100 100. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാണ്. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയും. മരുന്ന് എണ്ണാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു രസം ഉണ്ടാവില്ല. അത്ര വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേരുകളും, ഈവൻ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വിളിക്കുന്ന ക്യാൻസറുകൾ പോലും പലതരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം പല രോഗങ്ങളാണ്. ഇവയ്ക്കെല്ലാം ഏതാണ്ട് ഒരു പൊതു സ്വഭാവമുണ്ട്, അനിയന്ത്രിതമായിട്ടുള്ള കോശത്തിൻ്റെ വിഭജനം. അത് കാരണമാണ് ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗാവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് തന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം ഉണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ബ്രെയിൻ ക്യാൻസർ പോലെ അല്ല ബ്രസ്റ്റ് ക്യാൻസർ പോലെ അല്ല കുടലിലെ ക്യാൻസർ, അതുപോലെ അല്ല തൈറോയിഡ് ക്യാൻസർ. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ്. ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇതിന് ഇവൻ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള മരുന്നുമാണ്. അതുകൂടാതെ ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഡോക്ടർമാർ പോലും ഉണ്ട് എന്നുള്ളതാണ്. പാങ്ക്രിയാസ് ക്യാൻസറിൽ മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്, ബ്ലഡ് ക്യാൻസറിൽ മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർമാർ. നമ്മുടെ ക്ലബ് ഹൗസിൽ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് രഞ്ജിത്ത്, അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് എന്നല്ലേ,
US ഒരു ഡോക്ടർ, രഞ്ജു 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 നോട്ട് ആ രഞ്ജിത്ത്, രഞ്ജു. രഞ്ജു അതെ. അദ്ദേഹം ബ്ലഡ് ക്യാൻസറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓൺകോളജിസ്റ്റാണ് US. അപ്പോൾ പല രോഗങ്ങൾക്കും പലതരത്തിൽ, സിദ്ധാർത്ഥ മുഖർജി ബോൺ ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു, ബോൺ ക്യാൻസറുമായി ബന്ധപ്പെട്ട സ്റ്റെം സെല്ലുകളും അതിനെക്കുറിച്ചിട്ടുള്ള ചികിത്സാ രീതികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലാബുകളിൽ നടക്കുന്നത്. സോ ക്യാൻസറുകളെന്ന് നമ്മൾ ഒരു കുടക്കീഴിൽ വിളിക്കാറുണ്ടെങ്കിലും അവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രോഗാവസ്ഥകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ അമൂല്യമായിട്ടുള്ള ഒറ്റമൂലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ശുദ്ധ ആ സൈഡിലോട്ടേ പോകരുത്. ആ സൈഡിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ബട്ട് നമ്മുടെ ആഗ്രഹം, യു കനോട്ട് വിഷ് അവേ റിയാലിറ്റി എന്ന് പറയാറില്ലേ, ഒരിക്കലും നമുക്കൊരു യാഥാർത്ഥ്യത്തിന് ആഗ്രഹിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതാണ്, ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ഓൾസോ. അതുകൊണ്ടാണ് ക്യാൻസറിന് എന്തുകൊണ്ട് മരുന്ന് കണ്ടുപിടിക്കുന്നില്ല എന്ന് സാധാരണ ആൾക്കാർ ചോദിക്കാറ്. പല ക്യാൻസറിന് പല കാലങ്ങളിലായിട്ട് പല തരത്തിലുള്ള മരുന്നുകൾ, പല സ്റ്റേജുകളിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. പല ക്യാൻസറുകൾ ആദ്യമായി റിസർച്ച് ആരംഭിക്കുന്ന സമയത്ത് അവിടെയുള്ള 5 ഇയർ സർവൈവൽ എത്രയാണോ അതല്ല ഇപ്പോഴുള്ളത്. ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് മരുന്നുകളാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ അതിജീവനത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. സോ വി ഹാവ് ഡൺ എ ഗ്രേറ്റ് തിങ് എന്നുള്ളതാണ്. യെസ്, നമുക്ക് തിരിച്ച് ഔഷധ ചെടികളിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്കത് നിർത്താൻ തോന്നുന്നു. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആയി കാണും. അപ്പം എന്താണ് ഔഷധ ചെടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് കുടിക്കുന്ന കോഫി പോലെയുള്ള ഒരു ബിവറേജും അതിൽ നിന്ന് വേണമെങ്കിൽ ഔഷധം ഉണ്ടാക്കാം. നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിഷത്തിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഔഷധം ഉണ്ടാക്കാം. അപ്പോൾ ഔഷധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രോസസ്സാണ്. അതിന് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ കുറുക്കുകയോ വാറ്റുകയോ അതായത് ഡിസ്റ്റിൽ ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടികളായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ അത്യാധുനിക പല രീതികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് മാത്രം എടുക്കാം. ആവശ്യമില്ലാത്ത ചവറ് എല്ലാം കൂടെ കഴിക്കേണ്ട കാര്യമില്ല. ചക്ക കഴിക്കുമ്പോഴായാലും നമ്മൾ ചവണിയും ബാക്കിയുള്ളതും അതിൻ്റെ പുറന്തോടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടല്ലേ കഴിക്കുന്നത്. അതിനകത്തുള്ള ചക്കച്ചുളയോ അല്ലെങ്കിൽ ചക്കക്കുരുവോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ കാടും പടലും എല്ലാം കൂടെ കഴിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ആവശ്യമുള്ള കഴിച്ചാൽ മതി. കാര്യം കൂടുതൽ സാധനം നിങ്ങൾ എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും പ്രോബബിലിറ്റി കൂടുതലാണ്. മറ്റേ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലേ അല്ലേ? അതെ, അത് തീർച്ചയായിട്ടും വളരെ കോമൺ സെൻസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ഈ കാര്യം ഒരിക്കലും ഒരു പ്രസൻറ്റേഷനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അതായത് പലരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ അവിടെ സൈഡ് എഫക്ട്സ് കുറവാണ്. പക്ഷേ മോഡേൺ മെഡിസിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാം കെമിക്കലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് മോഡേൺ മെഡിസിനിൽ പാരസെറ്റാമോൾ നിങ്ങൾ സങ്കല്പിക്കാം. പാരസെറ്റാമോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തരത്തിലുള്ള തന്മാത്രം മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലക്ഷക്കണക്കിന് തന്മാത്രകളുണ്ടാവും, ലക്ഷക്കണക്കിന് തരം തന്മാത്രകളുണ്ടാവും. എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു തന്മാത്ര കഴിക്കുമ്പോഴായിരിക്കുമോ സൈഡ് എഫക്റ്റ് കൂടുതൽ, അതോ ലക്ഷക്കണക്കിന് തരം തന്മാത്രകൾ കഴിക്കുമ്പോഴായിരിക്കുമോ സൈഡ് എഫക്റ്റ് കൂടുതൽ? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. കോമൺ സെൻസ് ഈസ് നോട്ട് ഓൾവേസ് കോമൺ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്, റൈറ്റ്? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയുള്ളൂ. പലപ്പോഴും ചില വീഡിയോകൾ ചെയ്യുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട്, ഇത് നിങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, അതായത് കൺക്ലൂഡ് ചെയ്തില്ലോ, ഔഷധ ചെടിയാണോ വിഷച്ചെടിയാണോ അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. നമ്മൾ അതിന്റെ വിവിധ സാധ്യതകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ലേബൽ പിടിച്ചിരിക്കുന്ന ഒരു ഔഷധ ചെടിയോ വിഷച്ചെടിയോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതും പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നിങ്ങൾ കണ്ടാൽ ഔഷധ ചെടി എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അതിന് ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഔഷധം ഉണ്ടാക്കാം എന്നുള്ളതല്ല. അതിപ്പോൾ തൊട്ടപ്പുറത്തേക്ക് അപ്പുറത്ത് വിഷച്ചെടി എന്ന് പറഞ്ഞൊരു ചെടി എന്നാലും അതിനകത്തുനിന്നും വേണമെങ്കിൽ മരുന്നുണ്ടാകാം. അത്രേ ഉള്ളൂ. അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. തുടർന്നും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ രണ്ടുപേരും ഇതുപോലെ വരുന്നതായിരിക്കും. സമയം കിട്ടുമ്പോഴേക്കും ഇരുന്ന് വാചടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, കുറച്ച് മിസ്കൺസെപ്ഷൻസ് എല്ലാം അഡ്രസ്സ് ചെയ്യണം, കമന്റുകളിലൊക്കെ വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ് ഇടലും ഒക്കെ